സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രിഡ്ജ്, ഹാർബർ, അതുപോലെ തന്നെ എയർപോർട്ട് അല്ലേ, ഇതിന്റെ MCQ ഡിസ്കഷൻ സെക്ഷനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാ ഡിസ്കഷൻ സെക്ഷനിലും പറയുന്ന പോലെ തന്നെ നിങ്ങളിതൊരു എക്സാം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യുക. ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് മാത്രം ഞാൻ പറയുന്ന ആൻസറിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതല്ലേ. നിങ്ങൾ പഠിച്ചില്ലോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അതായിരിക്കും ബെറ്റർ ആയിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ദ ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ എബോ ഇറ്റ്സ് നോർമൽ ലെവൽ ബൈ പാസിംഗ് അണ്ടർ ദ ബ്രിഡ്ജ് ഈസ് നോൺ ആസ്. 4 ഓപ്ഷൻസ് ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓരോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അപ്രോൺ ആണ്. ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി കട്ട് വാട്ടർ. ഓപ്ഷൻ സി അഫ്ലക്സ്. ഓപ്ഷൻ ഡി ഈസ് വാട്ടർ അല്ലേ. അപ്പം ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ദ ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ എബോ ഇറ്റ്സ് നോർമൽ ലെവൽ വൈൽ പാസിംഗ് അണ്ടർ ദ ബ്രിഡ്ജ് ഈസ് നോൺ ആസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അഫ്ലക്സ് എന്നാണല്ലേ അതിനെ പറയുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ് ചോദിച്ചിട്ടുള്ളത്? ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്യൂട്ടബിൾ സ്പാൻസ് ബൈ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അപ്രോൺ. ഓപ്ഷൻ ബി അബട്ട്മെന്റ്. ഓപ്ഷൻ സി പിയേഴ്സ്. ഓപ്ഷൻ ഡി ഡെക്ക് അല്ലേ. എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഇതൊരു ബ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എൻഡിൽ നമ്മൾ എന്താണ് കൊടുക്കുക? എൻഡ് സപ്പോർട്ടിന് നമ്മൾ അബട്ട്മെന്റ് എന്നാണ് പറയുക. അതിന് ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും അല്ലേ. അത് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പിയേഴ്സ് എന്നാണല്ലേ പറയുക. അപ്പം അത് നോക്കി വെക്കുക. അപ്പം ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ദ ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്യൂട്ടബിൾ സ്പാൻ ബൈ പിയേഴ്സ് ആയിരിക്കില്ലേ വരിക. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ലോങ് കണ്ടിന്യൂസ് സ്ട്രക്ചർ ക്യാരിയിങ് റോഡ് ഓർ റെയിൽവേ ലൈൻസ് ഓവർ ഡ്രൈ വാലി ഈസ് നോൺ ആസ്. അതൊരു ടേം ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം 4 ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വിയാഡക്ട്. ഓപ്ഷൻ ബി സബ്മേഴ്സിബിൾ ബ്രിഡ്ജ്. ഓപ്ഷൻ സി അയാക്കട്ട്. ഓപ്ഷൻ ഡി ആനിക്കട്ട് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻസർ വരുന്നത് ഏതാണ്? ലോങ് കണ്ടിന്യൂസ് സ്ട്രക്ചർ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ലോങ് കണ്ടിന്യൂസ് സ്ട്രക്ചർ ക്യാരിയിങ് റോഡ് ഓർ റെയിൽവേ ലൈൻ ഓവർ ഡ്രൈ വാലി ഈസ് നോൺ ആസ്. അതിന് നമ്മൾ എന്താണ് പറയുക? നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, മുന്നേ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു ടേം തന്നെ നമ്മൾ ബ്രിഡ്ജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നോക്കുന്ന രീതിയാണിത്. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. വിയാഡക്റ്റ് എന്നുള്ളത് നമ്മൾ ബ്രിഡ്ജിൽ തന്നെ ബേസ്ഡ് ഓൺ ഫങ്ഷൻ ഓർ പർപ്പസ് അല്ലേ, അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് അല്ലേ ഈ ഒരു വിയാഡക്റ്റ് ഒക്കെ. അപ്പം നോക്കി വെക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ് ചോദിച്ചിട്ടുള്ളത്? തിൻ വാൾ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ പ്രൊട്ടക്ഷൻ ഓർ ഷീൽഡ് അഗെയിൻസ്റ്റ് സ്കൗറിംഗ് ആക്ഷൻ ഓഫ് സ്ട്രീം ഈസ് കോൾഡ്. ഏതാണ്? ഓപ്ഷൻ എ ഡ്വാർഫ് വാൾ. ഓപ്ഷൻ ബി ബാഫിൾ വാൾ. ഓപ്ഷൻ സി കർട്ടൈൻ വാൾ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻസർ വരുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ എയും ബിയും സിയും ഒക്കെ ശരിയാണ് അല്ലേ. അതൊക്കെ അതിനെ പറയുന്ന ഒരു ടേം തന്നെയാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ദ mattresses placed on bottom or bank of a river for minimizing and controlling the erosion is called. Option A dolphin. Option B dike. Option C riprap. Option D revetment അല്ലേ. എന്താണ് പറയുന്നത്? മിനിമൈസിങ് ആൻഡ് കൺട്രോളിങ് എറോഷൻ ആണ് അല്ലേ. ആ ഒരു ടേമാണ് ഇവിടെ ഓർക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ വരുന്നത് ഏതാണ്? അങ്ങനെ ഒരു ടേം കണ്ടു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. റിവെറ്റ്മെന്റ് ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ വരുന്നത് ഡി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ ക്ലസ്റ്റർ ഓഫ് പൈൽസ് വിച്ച് ആർ ഡിവൈഡഡ് അറൌണ്ട് ദ പിയർ ടു പ്രൊട്ടക്ട് ദം ഫ്രം ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ്. ഏതാണ്? ക്ലസ്റ്റർ ഓഫ് പൈൽ എന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ റിവെറ്റ്മെന്റ്. ഓപ്ഷൻ ബി റിപ്രാപ്പ്. ഓപ്ഷൻ സി ഡൈക്ക്. ഓപ്ഷൻ ഡി ഡോൾഫിൻ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 6 അല്ലേ. ആൻസർ വരുന്നത് ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഡോൾഫിൻ ആണ് കറക്റ്റ് ആൻസർ.
ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ദ ഡൗൺ സ്ട്രീം ഫേസ് ഓഫ് ദ ബ്രിഡ്ജ് പിയർ ഈസ് കോൾഡ്. ഓപ്ഷൻ എ റിക്രാപ്പ്, ഓപ്ഷൻ ബി ഈസ് വാട്ടർ, ഓപ്ഷൻ സി റിവെറ്റ്മെന്റ്, ഓപ്ഷൻ ഡി കട്ട് വാട്ടർ അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? 4 ഓപ്ഷൻസ് നോക്കുക. അവിടെ എ ബി സി ഡി എന്ന് കാണിച്ചിട്ടില്ലെങ്കിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള എ ആണ്, പിന്നെ ബി സി ഡി എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പം നമുക്കതിൽ കറക്റ്റ് ഡൗൺ സ്ട്രീം ഫേസ് ഓഫ് ബ്രിഡ്ജ് അല്ലേ, ഡൗൺ സ്ട്രീം ഫേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7 ഡൗൺ സ്ട്രീം ആണ്. ഡൗൺ സ്ട്രീം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈസ് വാട്ടർ ആണല്ലോ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അപ്സ്ട്രീം ആണെങ്കിലാണ് കട്ട് വാട്ടർ വരുന്നത്. അപ്സ്ട്രീം കട്ട് വാട്ടർ എന്ന് അല്ലെങ്കിൽ അപ്സ്ട്രീം എന്ന് കണ്ടു കഴിഞ്ഞാൽ കട്ട് വാട്ടർ ആണ് വരിക. ഡൗൺ സ്ട്രീം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈസ് വാട്ടർ ആണ്, ഓർത്ത് വെക്കുക. അപ്പം അപ്സ്ട്രീം എന്ന് കണ്ടു കഴിഞ്ഞാൽ കട്ട് വാട്ടറും ഡൗൺ സ്ട്രീം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈസ് വാട്ടറും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താണ് വന്നിട്ടുള്ളത്? വിച്ച് ടൈപ്പ് ഓഫ് പിയർ ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ലാൻഡ് സൈറ്റ് ഓർ ഡ്രൈ റിവർ ബെഡ് പോർഷൻസ് വേർ ദർ ഈസ് നോ ഫിയർ ഓഫ് ഷോക്ക് ബൈ ദ ഇമ്പാക്ട് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ് അല്ലേ. അപ്പം ഇതിനെന്താണ് പറയുക? ഓപ്ഷൻ എ അബട്ട്മെന്റ് പിയർ, ഓപ്ഷൻ ബി ഡോൾഫിൻ, ഓപ്ഷൻ സി ട്രസ്റ്റിൽ പിയർ, ഓപ്ഷൻ ഡി റിപ്രാപ്പ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻസ് അബട്ട്മെന്റ് പിയർ ഉണ്ട്. ഓപ്ഷൻ എ അബട്ട്മെന്റ് പിയർ, ഓപ്ഷൻ ബി ഡോൾഫിൻ ആണ്, ഓപ്ഷൻ സി ട്രസ്റ്റിൽ പിയർ ആണ്, ഓപ്ഷൻ ഡി റിപ്രാപ്പ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 8 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഇത് നമ്മൾ പറയുന്നതാണ് ട്രസ്റ്റിൽ പിയർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ഇഫ് ദ സോയിൽ at the site of the bridge is very soft and good soil is at a greater depth, the foundation suitable is option A isolated foundation, option B mat foundation, option C കൈസൺ ഫൗണ്ടേഷൻ, ഓപ്ഷൻ ഡി പൈൽ ഫൗണ്ടേഷൻ അല്ലേ. ഏതാണ് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻസർ വരുന്നത് ഏതാണ്? The soil at the site of the bridge is very soft and good soil is at greater depth അല്ലേ. The foundation suitable is pile foundation അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. Which foundation is adopted when the depth of the water in river is more and good soil is available near the river bed? ആ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഏതാണ്? ഓപ്ഷൻ എ മാറ്റ് ഫൗണ്ടേഷൻ, ഓപ്ഷൻ ബി റാഫ്റ്റ് ഫൗണ്ടേഷൻ, ഓപ്ഷൻ സി പൈൽ ഫൗണ്ടേഷൻ, ഓപ്ഷൻ ഡി കൈസൺ ഫൗണ്ടേഷൻ അല്ലേ. ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. കൈസൺ ഫൗണ്ടേഷൻ ആണ് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്യൂട്ട് ചെയ്യുക. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താണ് ചോദിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താണ്? The type of bridge utilize wire ropes which supports the roadway by suspended is called അല്ലേ. അതിന് നമ്മൾ എന്താണ് പറയുക? ഇങ്ങനെ വയർ റോപ്സ് അല്ലേ, വയർ റോപ്സ് വെച്ചിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് അല്ലേ. അപ്പം അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ത്രൂ ബ്രിഡ്ജ്, ഓപ്ഷൻ ബി ഡെക്ക് ബ്രിഡ്ജ്, ഓപ്ഷൻ സി സസ്പെൻഷൻ ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി സ്ട്രെയിറ്റ് ബ്രിഡ്ജ് അല്ലേ. ഈ ഒരു ടൈപ്പ് സസ്പെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ബ്രിഡ്ജിന് അതിൻ്റെ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലേ. നമ്മൾ അതിൻ്റെ ആ ഒരു ഡെഫിനിഷനിൽ തന്നെ അതെന്താണെന്നുണ്ട്. അതിൻ്റെ ആൻസർ വരുന്നത് സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. വെൻ ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ബ്രിഡ്ജ് ഈസ് നോട്ട് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ദ റിവർ ദെൻ ഇറ്റ് ഈസ് കോൾഡ് അല്ലേ. അപ്പം കറക്റ്റ് റൈറ്റ് ആംഗിൾ അല്ല അല്ലേ. റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് ബ്രിഡ്ജിന് എന്താണ് പറയുക? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ത്രൂ ബ്രിഡ്ജ്, ഓപ്ഷൻ ബി ഡെക്ക് ബ്രിഡ്ജ്, ഓപ്ഷൻ സി സ്ക്യൂ ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി അണ്ടർ ബ്രിഡ്ജ് അല്ലേ. അപ്പോൾ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. വെൻ ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ബ്രിഡ്ജ് ഈസ് നോട്ട് അറ്റ് റൈറ്റ് ആംഗിൾ അല്ലേ. ഇപ്പം നോട്ട് അറ്റ് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ബ്രിഡ്ജിനെ നമ്മൾ പറയുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ് കേട്ടോ. ആ ഒരു ടൈപ്പ് ഓഫ് ബ്രിഡ്ജിനെ നമ്മൾ പറയുന്നതാണ് സ്ക്യൂ ബ്രിഡ്ജ് അല്ലേ. ഓപ്ഷൻ സി ആണ് വരുന്നത്. മറിച്ച് ഇപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് റൈറ്റ് ആംഗിൾ ആണെങ്കിലോ, റൈറ്റ് ആംഗിൾ ടു ദ റിവർ ബാങ്ക് ആണെങ്കിൽ, റൈറ്റ് ആംഗിൾ ടു ദ റിവർ ബാങ്ക് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ്, അതിനെ നമ്മൾ എന്താണ് പറയുക? റൈറ്റ് ആംഗിൾ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് സ്ട്രെയിറ്റ് ഓർ സ്ക്വയർ ബ്രിഡ്ജ് എന്ന് അല്ലേ. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് തന്നെ നോക്കി വെക്കാം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. 13 ചോദിച്ചിട്ടുള്ള എന്താണ്? എ ബ്രിഡ്ജ്
with a total length varying between 30 and 120 meter is known as 30 and 120 അല്ലേ. 30 and 120 വരുന്ന സമയത്ത് ഏതാണ് വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ മേജർ ബ്രിഡ്ജ്, ഓപ്ഷൻ ബി ഡക്ക് ബ്രിഡ്ജ്, ഓപ്ഷൻ സി കൾവേർട്ട്, ഓപ്ഷൻ ഡി മൈനർ ബ്രിഡ്ജ് അല്ലേ. എങ്ങനെയാണ് ബ്രിഡ്ജ് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. അപ്പം ഇവിടെ നമ്മളടുത്ത് 30 to 120 ആണ് അല്ലേ റേഞ്ച് ചോദിച്ചിട്ടുള്ളത്. 30 to 120 ആണെങ്കിൽ ആ ഒരു റേഞ്ച് വരുന്നത് മേജർ ബ്രിഡ്ജിനാണ് അല്ലേ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നോക്കി വെക്കുക. പിന്നെ ഇവിടെ ഓപ്ഷൻ ഡി മൈനർ ബ്രിഡ്ജ് അല്ലേ. മൈനർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 to 30 ആണ് അല്ലേ റേഞ്ച് വരുന്നത്. 6 to 30 ആണ് മൈനർ ബ്രിഡ്ജ് വരുന്നത്. പിന്നെ ലെസ് ദാൻ 6 ആണെങ്കിൽ കൾവേർട്ട് എന്ന് നമ്മൾ പറയും. പിന്നെ ഗ്രേറ്റർ ദാൻ 120 അല്ലേ. ഇവിടെ 120 വരെയുള്ള നമ്മൾ പറഞ്ഞു. ഗ്രേറ്റർ ദാൻ 120 ആണെങ്കിൽ നമ്മൾ അതിനെ ലോങ് സ്പാൻ ബ്രിഡ്ജ് എന്ന് പറയും. ഇങ്ങനെ കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ദ ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ഈസ് ലെസ് ദാൻ 6 അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ലെസ് ദാൻ 6 ആണെങ്കിൽ ഏതാണ് വരിക? ഓപ്ഷൻ എ കൾവേർട്ട്, ഓപ്ഷൻ ബി മൈനർ ബ്രിഡ്ജ്, ഓപ്ഷൻ സി മേജർ ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി ഐറിഷ് ബ്രിഡ്ജ് അല്ലേ. ആൻസർ ഏതാണ് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 14 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. കൾവേർട്ട് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. Question number 15 ആണ്. A basin which can protect water well from the action of wind and waves can be designed as option A harbor, option B basin, option C quarry, option D port അല്ലേ. എന്താണ് നമ്മൾ പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ഹാർബർ എന്നാണല്ലോ നമ്മൾ അതിനെ പറയുക. എ ബേസിൻ വിച്ച് ക്യാൻ പ്രൊട്ടക്ട് വാട്ടർ വെൽ ഫ്രം ദ ആക്ഷൻ ഓഫ് വിൻഡ് ആൻഡ് വേവ്സ് ക്യാൻ ബി ഡിസൈൻഡ് ആസ് ഹാർബർ. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് വിൽ നോട്ട് കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ഹാർബർ ക്ലാസിഫിക്കേഷൻ അല്ലേ. ഹാർബർ ക്ലാസിഫിക്കേഷനിൽ വരാത്തത് ഏതാണ്? ഓപ്ഷൻ എ സെമി നാച്ചുറൽ ഹാർബർ, ഓപ്ഷൻ ബി സെമി ആർട്ടിഫിഷ്യൽ ഹാർബർ, ഓപ്ഷൻ ഡി നാച്ചുറൽ ഹാർബർ, ഓപ്ഷൻ ഡി ആർട്ടിഫിഷ്യൽ ഹാർബർ അല്ലേ. അപ്പം ഹാർബറിന്റെ ക്ലാസിഫിക്കേഷനിൽ വരാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. സെമി ആർട്ടിഫിഷ്യൽ ഹാർബർ ആണ് അല്ലേ. കാരണം നാച്ചുറൽ ഹാർബറും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഹാർബറും അതുപോലെ തന്നെ സെമി നാച്ചുറൽ ഹാർബറും അല്ലേ. ഇതൊക്കെ നമ്മൾ ഹാർബറിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് അല്ലേ. ഇത് എന്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് അപ്പോൺ ദ ഫോർമേഷൻ അല്ലേ. നമ്മൾ ഹാർബറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ബേസ്ഡ് അപ്പോൺ ദ ഫോർമേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബേസ്ഡ് അപ്പോൺ പർപ്പസ് ഉണ്ട്, അതുപോലെ തന്നെ ബേസ്ഡ് അപ്പോൺ ലൊക്കേഷൻ ഉണ്ട് അല്ലേ. അതിൽ ബേസ്ഡ് അപ്പോൺ ഫോർമേഷൻ്റെതിലാണ് നമ്മൾ സെമി നാച്ചുറലും അതുപോലെ തന്നെ നാച്ചുറലും ആർട്ടിഫിഷ്യൽ ഹാർബറും വരുന്നത്. അതിൽ വരാത്തതാണ്, അല്ലെങ്കിൽ ഹാർബറിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷനിൽ വരാത്തതാണല്ലോ സെമി ആർട്ടിഫിഷ്യൽ ഹാർബർ എന്നുള്ളത്. അപ്പം നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കൺസിഡേർഡ് ഇൻ കേസ് സ്റ്റേബിൾ ഫ്ലോട്ടിംഗ് കണ്ടീഷൻ ഓഫ് ഷിപ്പ് അല്ലേ. എന്താണ്? ഓപ്ഷൻ എ വെർട്ടിക്കൽ മെഷർമെന്റ്, ഓപ്ഷൻ ബി ഡ്രാഫ്റ്റ്, ഓപ്ഷൻ സി ഹൊറിസോണ്ടൽ മെഷർമെന്റ്, ഓപ്ഷൻ ഡി ലീനിയർ മെഷർമെന്റ്. ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 17 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ഡ്രാഫ്റ്റ് ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. This is an isolated and enclosed area within which goods may be landed, stored, mixed, repacked, manufactured and reshipped without payment of duties അല്ലേ. അപ്പോൾ എന്താണ് പറയുക? ഓപ്ഷൻ എ എൻട്രി പോർട്ട്, ഓപ്ഷൻ ബി റിവർ പോർട്ട്, ഓപ്ഷൻ സി ഓഷ്യൻ പോർട്ട്, ഓപ്ഷൻ ഡി ഫ്രീ പോർട്ട് അല്ലേ. ഏതാണ് അതിനെ പറയുക? ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് ആൻസർ വരുന്നത്. ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 18 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. പിന്നെ നമ്മൾ ഫ്രീ പോർട്ട് എന്നാണ് പറയുക. ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കാം. എന്താണ്? ഹെവി ഒബ്ജക്റ്റ് വിച്ച് ആർ ലോവേർഡ് അറ്റ് ദ ബോട്ടം ഓഫ് വാട്ടർ ബൈ കേബിൾ ഓർ ചെയിൻ ടു കീപ് ദ വെസൽ ഫ്രം ഡ്രിഫ്റ്റിംഗ്. ഓപ്ഷൻ എ പിയർ ഹെഡ്സ്, ഓപ്ഷൻ ബി ബ്രേക്ക് വാട്ടർ, ഓപ്ഷൻ സി ആങ്കേഴ്സ്, ഓപ്ഷൻ ഡി ടേണിംഗ് ബേസിൻ അല്ലേ. അപ്പം അതിന് നമ്മൾ എന്താണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 19 ആൻസർ വരുന്നത് ഏതാണ്? ഹെവി ഒബ്ജക്ട്സ് വിച്ച് ആർ ലോവേർഡ് അറ്റ് ദ ബോട്ടം ഓഫ് വാട്ടർ ബൈ കേബിൾ ഓർ ചെയിൻ ടു കീപ് ദ വെസൽ ഫ്രം ഡ്രിഫ്റ്റിംഗ് അല്ലേ. അപ്പം അതിന് നമ്മൾ പറയുന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ 19 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ആങ്കേഴ്സ് ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. ഇറ്റ് ഈസ് എ ചാമ്പർ provided from maintenance, repairs and construction of ships. It includes walls,
ഫ്ലോസ് ആൻഡ് ഗേറ്റ്സ് അല്ലേ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ബോത്ത് ആർ കറക്റ്റ്, ഓപ്ഷൻ ബി നൺ ഓഫ് ദീസ്, ഓപ്ഷൻ സി വെറ്റ് ഡോക്ക്, ഓപ്ഷൻ ഡി ഡ്രൈ ഡോക്ക് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഇറ്റ് ഈസ് ദ ചാമ്പർ പ്രൊവൈഡഡ് ഫോർ മെയിൻ്റനൻസ് റിപ്പയർ ഒക്കെയാണ് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഏതാണ്? ഇതിപ്പം നമ്മൾ ഈ ഡോക്കിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് അല്ലേ. ഡോക്കിന്റെ ക്ലാസിഫിക്കേഷനിൽ വെറ്റ് ഡോക്കും ഉണ്ട്, ഡ്രൈ ഡോക്കും ഉണ്ട്. അതിൽ വെറ്റ് ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് ഡോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് കാർഗോ ആൻഡ് പാസഞ്ചേഴ്സ് ആണ് അല്ലേ. അതുപോലെ തന്നെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് കാർഗോ പാസഞ്ചേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വെറ്റ് ഡോക്ക് കൊണ്ട് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറിച്ച് നമ്മൾ ഈ ഒരു ഡ്രൈ ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഡ്രൈ ഡോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് റിപ്പയർ വർക്കിന് വേണ്ടിയിട്ടൊക്കെയാണ് അല്ലേ. അപ്പം ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഡ്രൈ ഡോക്ക് ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. ദ ബെസ്റ്റ് ഡയറക്ഷൻ ഓഫ് റൺവേ ഈസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ്. ഏത് ഡയറക്ഷനിലാണ് നമ്മൾ ഈ ഒരു റൺവേന്റെ ബെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ഷോർട്ടർ ലൈൻ ഓഫ് വിൻഡ് റോസ് ഡയഗ്രാം, ഓപ്ഷൻ ബി ലോങ്സ്റ്റ് ലൈൻ ഓഫ് വിൻഡ് റോസ് ഡയഗ്രാം, ഓപ്ഷൻ സി ലൈൻ ക്ലിയർ ഓഫ് വിൻഡ് റോസ് ഡയഗ്രാം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ലോങ്സ്റ്റ് ലൈൻ ഓഫ് വിൻഡ് റോസ് ഡയഗ്രാം ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. ദ meteorological condition which influence the size and location of the airport is option A air density, option B all of the above, option C atmospheric pressure, option D reduced level and wind direction അല്ലേ. അപ്പോൾ നമ്മൾ ഒരു എയർപോർട്ടിന് സൈസും അതിൻ്റെ ലൊക്കേഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലേ. അപ്പം ഇവിടെ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഓപ്ഷൻ എ എയർ ഡെൻസിറ്റി അല്ലേ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓപ്ഷൻ സി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓപ്ഷൻ ഡി റെഡ്യൂസ്ഡ് ലെവൽ ആൻഡ് വിൻഡ് ഡയറക്ഷൻ അല്ലേ, അതും നമ്മൾ നോക്കേണ്ട കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 22 ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ് നോക്കേണ്ടത്. എ പേവ്ഡ് പാത്ത് പ്രൊവൈഡഡ് ഫോർ ദ പേർപ്പസ് ഓഫ് അലോവിങ് എയർക്രാഫ്റ്റ്സ് മൂവ് ടു ആൻഡ് ഫ്രം ദ റൺവേ ആൻഡ് ദ അപ്രോൺ ഈസ് കോൾഡ്. അപ്പം ആ ഒരു പേവ്ഡ് പാത്ത് അല്ലേ, ആ ഒരു പാത്തിന് നമ്മൾ എന്താണ് പറയുന്നത് എയർപോർട്ടിൽ? നിങ്ങൾക്ക് അറിയാണ്ടാവും അല്ലേ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ റൺവേ, ഓപ്ഷൻ ബി ടാക്സി വേ, ഓപ്ഷൻ സി ലോഞ്ച്, ഓപ്ഷൻ ഡി അപ്രോൺ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 23 ഏതാണ് വരുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ദ പേവ്ഡ് പാത്ത് പ്രൊവൈഡഡ് ഫോർ ദ പേർപ്പസ് ഫോർ അലോവിങ് എയർക്രാഫ്റ്റ് മൂവ്മെന്റിനാണ് അല്ലേ. അപ്പം അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? അതിനെയാണല്ലേ നമ്മൾ ടാക്സി വേ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24 എന്താണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 24 വിൻഡ് റോസ് ഡയഗ്രാം ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ എയർ റൂട്ട്, ഓപ്ഷൻ ബി റൺവേ അലൈൻമെന്റ്, ഓപ്ഷൻ സി സെയിൽ റൂട്ട്, ഓപ്ഷൻ ഡി ഹാർബർ ഡിസൈൻ അല്ലേ. ഏതാണ് വിൻഡ് റോസ് ഡയഗ്രാം റിലേറ്റ് ചെയ്തിട്ടുള്ളത്? എന്തിനോടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് അല്ലേ. റൺവേ അലൈൻമെന്റുമായിട്ടാണ് ഈ ഒരു വിൻഡ് റോസ് ഡയഗ്രാം റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്. ഹെഡ് വിൻഡ് കോമ്പോണന്റ് ഈസ് ദ വിൻഡ്. ഓപ്ഷൻ എ ഓവർ എയർപോർട്ട്, ഓപ്ഷൻ ബി അക്രോസ് റൺവേ, ഓപ്ഷൻ സി ഓവർ സീപോർട്ട്, ഓപ്ഷൻ ഡി എലോങ് റൺവേ അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 25 ആൻസർ വരുന്നത് ഏതാണ്? ഹെഡ് വിൻഡ് കോമ്പോണന്റ് ഈസ് ദ വിൻഡ് എലോങ് റൺവേ ആണ് അല്ലേ. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. The runway constructed by excavating peaks of hill is known as option A taxiway runway, option B tabletop runway, option C flat runway, option D square runway അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? The runway constructed by excavating peaks of the hill is known as ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ, ടേബിൾ ടോപ്പ് റൺവേ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 26 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോക്കി വെക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 27 ആണ്. ക്ലോസ്ഡ് ബിൽഡിംഗ് സ്ട്രക്ചർ ടു ഹോൾഡ് എയർക്രാഫ്റ്റ് ഇൻ പ്രൊട്ടക്റ്റീവ് സ്റ്റോറേജ് അല്ലേ. അതിനെ നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻ എ ടാക്സി വേ, ഓപ്ഷൻ ബി ഹാങ്ങർ, ഓപ്ഷൻ സി റൺവേ, ഓപ്ഷൻ ഡി ലോഞ്ച് അല്ലേ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ക്ലോസ്ഡ് ബിൽഡിംഗ് സ്ട്രക്ചർ ടു ഹോൾഡ് എയർക്രാഫ്റ്റ് ആണ് അല്ലേ. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്?
ഹാങ്ങർ ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ്. ദ ആപ്ലിക്കേഷൻ ഓഫ് ഡാഷ് ഡയഗ്രാം ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഓറിയന്റേഷൻ ഓഫ് ദ റൺവേ ടു ഗെറ്റ് ദ ഡിസൈർഡ് വിൻഡ് കവറേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വിൻഡ് റോസ്, ഓപ്ഷൻ ബി വിൻഡ് ബട്ടർഫ്ലൈ, ഓപ്ഷൻ സി ബോൾ സ്റ്റാർ, ഓപ്ഷൻ ഡി വിൻഡ് സൈക്കിൾ അല്ലേ? ഏതാണ് വരുന്നത്? നിങ്ങൾ എയർപോർട്ടുമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് വിൻഡ് റോസ് ഡയഗ്രവുമായിട്ടാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ കോമ്പോണന്റ് പാർട്ട് ഓഫ് ദ എയർപോർട്ട് വേർ ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റീസ് ഓഫേർഡ് അല്ലേ? അത് നോക്കി വെക്കുക. ഓപ്ഷൻ എ ലോഞ്ച്, ഓപ്ഷൻ ബി റൺവേ, ഓപ്ഷൻ സി അപ്രോൺ, ഓപ്ഷൻ ഡി ടാക്സി വേ അല്ലേ? ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 29 ആൻസർ വരുന്നത്? ദ കോമ്പോണന്റ് പാർട്ട് ഓഫ് ദ എയർപോർട്ട് വേർ ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റീസ് ഓഫേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഞ്ച് ആണ് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ബ്രിഡ്ജ് ആണെങ്കിലും അതുപോലെ തന്നെ ഹാർബർ ആണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും ഒക്കെ ഓരോ സിലബസ് നോക്കിയിട്ട് മാത്രമേ നമുക്ക് പഠിച്ചാൽ മതി അല്ലേ? അങ്ങനെയാണ് എക്സാംസിന് ഉണ്ടാവുക. എല്ലാ സിലബസിലും എയർപോർട്ട് ആണെങ്കിലും ബ്രിഡ്ജ് ഇപ്പോൾ അധിക സിലബസിലും കാണാറുണ്ട്. മറിച്ച് ഇപ്പം ഹാർബർ ആണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും നമുക്ക് എല്ലാ സിലബസിലും കാണാറില്ല. പക്ഷേ ഇതിലൊക്കെ തന്നെ കുറച്ച് കാര്യം നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മൾ പഠിച്ചു വെക്കുന്ന സമയത്തൊക്കെ പഠിച്ച് സെറ്റാക്കി വെക്കാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സിലബസ് നോക്കിയിട്ട് മാത്രം പഠിച്ചാൽ മതി. ഇത് നിങ്ങളൊരു ചെറിയ നോട്ടിലേക്ക്, ഷോർട്ട് നോട്ടിലേക്ക് കാര്യങ്ങൾ അത്രയും ഷോർട്ടാക്കി എഴുതി വെക്കാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ബ്രിഡ്ജിലാണെങ്കിലും അത്ര തന്നെയേ ഉള്ളൂ. പിന്നെ എയർപോർട്ട് ആണെങ്കിലും ഹാർബർ ആണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ ടോപ്പിക്സ് മാത്രമേ നമുക്ക് എക്സാം റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും അതേപോലെ തന്നെ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.